വീക്ക്ലി വിത്ത് ഐനാടൻ brought to you by ലണ്ടൻ നഗരത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം ജോയ ലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ, 1 and 2 Carlton Terrace, Green Street, London. റേഡിയോ ലൈമിന്റെ പ്രിയ ശ്രോതാക്കൾക്ക് വീക്ക്ലി വിത്ത് അയനാടൻ എന്ന ഷോയിലേക്ക് സ്വാഗതം. പോയ വാരത്തെ പ്രധാന സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഈ വാർത്താധിഷ്ഠിത പരിപാടിയിൽ നിങ്ങളോടൊപ്പമുള്ളത് ലിൻസ് അയനാടൻ. ലെബനന് നേരെ ഇതുവരെയുള്ളതിൽ ഏറ്റവും വലിയ ആക്രമണം നടത്തി ഇസ്രായേൽ. ലെബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ട് കേന്ദ്രീകരിച്ചാണ് ആക്രമണം നടന്നത്. നിരവധി പേർ മരിക്കുകയും പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ ആക്രമണങ്ങളിൽ ലെബനിൽ 1974 പേരാണ് ഇതുവരെ കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ 20 വർഷത്തിനിടെ ഇതാദ്യമായാണ് വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ ജെറ്റ് ഫൈറ്റർ ആക്രമണം നടത്തുന്നത്. ലെബനൻ സിറിയ അതിർത്തിയായ മസ്നായിൽ ഇസ്രായേൽ ആക്രമണം നടത്തി. ലെബനന്റെ ഗതാഗത സംവിധാനത്തിന് നേരെയായിരുന്നു ഇത്തവണത്തെ ആക്രമണം. പശ്ചിമേഷ്യ സംഘർഷം കനത്തതോടെ ക്രൂഡ് ഓയിൽ വില 5% ഉയർന്നത്. ഇസ്രായേൽ ഇറാന്റെ എണ്ണ സംഭരണ കേന്ദ്രങ്ങൾ ആക്രമിച്ചേക്കുമെന്ന ഭീതിയിലാണ് വില കുത്തനെ ഉയർന്നത്. അതേസമയം ഇസ്രായേലിനെതിരെ ഇറാൻ ആക്രമണം നടത്തി. ഇസ്രായേലിനെതിരെയുള്ള ആക്രമണം പൊതുസേവനമെന്നാണ് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി പറഞ്ഞത്. പൊതുശത്രുവിനെതിരെ ഇസ്ലാമിക രാജ്യങ്ങൾ ഒന്നിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇസ്രായേലിനെ രക്തദാഹിയെന്ന് വിശേഷിപ്പിച്ച ഖമേനി അമേരിക്ക പേപ്പട്ടിയാണെന്നും ആരോപിച്ചു. 5 വർഷത്തിനിടെ ആദ്യമായാണ് ഖമേനി വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയത്. രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ ഭീകരത ജപ്പാനെ വീണ്ടും വേട്ടയാടുന്നു. ജപ്പാനിൽ അമേരിക്ക രണ്ടാം ലോകമഹായുദ്ധകാലത്ത് നിക്ഷേപിച്ച ബോംബ് പൊട്ടിത്തെറിച്ചതായി റിപ്പോർട്ട്. അപകടത്തെ തുടർന്ന് ജപ്പാനിലെ വിമാനത്താവളം അടച്ചു. തെക്ക് പടിഞ്ഞാറ് ജപ്പാനിലെ മിയാസാക്കി വിമാനത്താവളത്തിലാണ് അപകടമുണ്ടായത്. സംഭവത്തിൽ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സ്ഫോടനം നടക്കുമ്പോൾ സമീപത്ത് വിമാനങ്ങളൊന്നും സമീപത്തുണ്ടായിരുന്നില്ല എന്നും 80-ലധികം വിമാനങ്ങൾ റദ്ദാക്കിയെന്നും വിമാനത്താവളത്തിലെ ഉദ്യോഗസ്ഥർ പറയുന്നു. സ്ഫോടനത്തെ തുടർന്ന് റൺവേയിൽ 7 മീറ്റർ വീതിയും 1 മീറ്റർ ആഴവുമുള്ള ഒരു കുഴി ഉണ്ടായിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. ഇതിനെ തുടർന്ന് വിമാനത്താവളത്തിൽ അറ്റകുറ്റപ്പണികൾ ണെന്നും ജപ്പാൻ സർക്കാർ വക്താക്കളും അറിയിച്ചു. അതേസമയം രണ്ടാം ലോകമഹായുദ്ധ കാലയളവിൽ 100 കണക്കിന് പൊട്ടിത്തെറിക്കാത്ത ബോംബുകൾ ജപ്പാനിലുടനീളം US സൈന്യം കുഴിച്ചിട്ടുണ്ടായിരുന്നെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അവയിൽ പലതും രാജ്യത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെ കണ്ടെത്തുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്തിട്ടുണ്ട്. കാൻറ്റർബറി MP റോസി ഡട്ട്ഫീൽഡ് ലേബർ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. പാർട്ടി തിരിച്ച് അധികാരത്തിൽ വന്ന ശേഷം രാജിവെക്കുന്ന ആദ്യ MP-യാണ് 53 വയസ്സുകാര റോസി. ആയിരക്കണക്കിന് പൗണ്ട് വിലമതിക്കുന്ന സമ്മാനങ്ങൾ സ്വീകരിച്ചതിന് പ്രധാനമന്ത്രി കീർ സ്റ്റാർമറെ രാജിക്കത്തിൽ നിശിതമായി വിമർശിച്ചിട്ടുണ്ട്. അധിക്ഷേപം, സ്വജനപക്ഷപാതം, അത്യാഗ്രഹം എന്നിങ്ങനെയുള്ള കുറ്റങ്ങൾ പ്രധാനമന്ത്രിക്കും അദ്ദേഹത്തിന്റെ ഉന്നത സംഘത്തിനുമെതിരെ റോസി ആരോപിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് അഭിമാനിച്ചിരുന്ന തങ്ങളുടെ പാർട്ടി അപകീർത്തിപ്പെടുത്താനും അപമാനിക്കാനും പ്രധാനമന്ത്രി ഉന്നത വൃത്തങ്ങൾ നടത്തിയ ചെയ്തികളിൽ താൻ ലജ്ജിക്കുന്നതായും അവർ കൂട്ടിച്ചേർത്തു. ലേബർ നേതാവായി മാറിയതിനു ശേഷം മറ്റേതൊരു MP-യെക്കാളും ഗണ്യമായി കൂടുതൽ സൗകര്യങ്ങൾ സ്റ്റാർമർക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് സ്കൈ ന്യൂസ് റിപ്പോർട്ട് വെളിപ്പെടുത്തിയതിന് പിന്നാലെയാണ് പാർട്ടിയിൽ നിന്നുപോലും സ്റ്റാർമർക്ക് തിരിച്ചടി നേരിടുന്നത്. 2019 ഡിസംബർ മുതൽ സമ്മാനങ്ങൾ, ആനുകൂല്യങ്ങൾ, ആതിഥ്യം എന്നിവയ്ക്കായി 1 ലക്ഷത്തിലധികം പൗണ്ട് ലഭിച്ചുവെന്നാണ് സ്കൈ ന്യൂസ് റിപ്പോർട്ട് പുറത്തുവിട്ടത്. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ പാകിസ്ഥാനിലേക്ക്. ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് ജയശങ്കർ പാകിസ്ഥാനിലേക്ക് തിരിക്കുന്നത്. ഇസ്ലാമാബാദിലാണ് യോഗം നടക്കുന്നത്. യോഗത്തിൽ പങ്കെടുക്കാനായി സെപ്റ്റംബർ 30-ന് പാകിസ്ഥാന് ക്ഷണം ലഭിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യോഗത്തിലേക്ക് ക്ഷണിച്ചിരുന്നു. 10 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ വിദേശകാര്യമന്ത്രി പാകിസ്ഥാൻ സന്ദർശിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ അതിർത്തി കടന്നുള്ള പാകിസ്ഥാന്റെ ഭീകരതയെക്കുറിച്ച് സംസാരിച്ച ഏതാണ്ട് 1 മാസത്തിന് ശേഷമാണ് ജയശങ്കറിന്റെ സന്ദർശനമെന്നതും ശ്രദ്ധേയമാണ്. ഷാങ്ഹായ് ഉച്ചകോടിയിൽ ഇന്ത്യയും പാകിസ്ഥാനും സ്ഥിരാംഗങ്ങളായത് 2017-ലാണ്. വിവാഹബന്ധത്തിലെ ബലാത്സംഗം ക്രിമിനൽ കുറ്റമാക്കേണ്ടതില്ല എന്ന് കേന്ദ്രം സുപ്രീം കോടതിയിൽ പറഞ്ഞു. കൂടിയാലോചനകൾ വേണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രം സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകി. ബർത്ത് ബലാത്സംഗം ക്രിമിനൽ കുറ്റമാക്കുന്നത് സുപ്രീം കോടതിയുടെ അധികാരപരിധിയിൽ വരുന്നതല്ല എന്നും ഇത് നിയമവിഷയത്തേക്കാൾ സാമൂഹിക വിഷയമാണ് എന്നും കേന്ദ്രം സുപ്രീം കോടതിയിൽ പറഞ്ഞു. വൈവാഹിക ബലാത്സംഗം എന്നത് നിയമപരമായ പ്രശ്നത്തേക്കാൾ കൂടുതൽ സാമൂഹിക പ്രശ്നമാണെന്നും അത് സമൂഹത്തെ നേരിട്ട് ബാധിക്കുമെന്നും കേന്ദ്രം വ്യക്തമാക്കി. എല്ലാ സംസ്ഥാനങ്ങളുടെ അഭിപ്രായങ്ങൾ കണക്കിലെടുക്കാതെ ഈ പ്രശ്നത്തിൽ തീരുമാനത്തിലെത്താൻ കഴിയില്ല എന്നും പറഞ്ഞു. ഒരു ദാമ്പത്യത്തിൽ പങ്കാളിയിൽ നിന്ന് ലൈംഗിക ബന്ധം പ്രതീക്ഷിക്കും. എന്നാൽ പങ്കാളി അവരുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധിക്കാനുള്ള അവകാശം ഭർത്താവിനില്ല. വിഷയത്തിൽ ബലാത്സംഗ വിരുദ്ധ നിയമപ്രകാരം ഒരാളെ ശിക്ഷിക്കുന്നത് അതിരുകടന്നതാണെന്നും കേന്ദ്രം വാദിച്ചു. വിവാഹിതരായ സ്ത്രീകളുടെ സംരക്ഷണത്തിന് 2005-ലെ ഗാർഹിക പീഡന നിരോധന നിയമം നിലവിലുള്ളതായും കേന്ദ്രം സുപ്രീം കോടതിയിൽ പറഞ്ഞു. കേരളത്തിൽ 15ാം നിയമസഭയുടെ 12ാം സമ്മേളനം ആരംഭിച്ചു. വയനാട്, കോഴിക്കോട് ജില്ലകളിൽ ഉരുൾപൊട്ടൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടായിരുന്നു സഭ ആരംഭിച്ചത്. സമാനതകളില്ലാത്ത മഹാദുരന്തമാണ് മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തുണ്ടായതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. രാജ്യത്ത് ഇന്നുവരെയുള്ള റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ഉരുൾപൊട്ടലുകളുടെ ഗണത്തിൽപ്പെടുന്നതാണ് ഈ ദുരന്തമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആഗോള താപനത്തിന്റെയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും ഫലമായി അടിക്കടി പ്രകൃതി ദുരന്തങ്ങളുണ്ടാകുന്ന നാടായി കേരളം മാറുന്നു. ഇനിയും ആവർത്തിക്കപ്പെടാൻ സാധ്യതയുള്ള ഇത്തരം ദുരന്തങ്ങളെ പ്രതിരോധിക്കാനും അവയുടെ ആഘാതം പരമാവധി ലഘൂകരിക്കാനും സംസ്ഥാന സർക്കാർ ഒരു ക്ലൈമറ്റ് ചേഞ്ച്
അഡാപ്റ്റേഷൻ മിഷൻ രൂപീകരിച്ചിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വയനാട് ദുരന്തം എല്ലാവരുടെയും മനസ്സിലുണ്ടാക്കിയ നോവും നമ്മുടെ ജീവിതാവസാനം വരെ കൂടെ ഉണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പൂർത്തിയാകും വരെ പ്രതിപക്ഷത്തിന്റെ പൂർണ്ണമായ പിന്തുണ ഉണ്ടാകുമെന്നും VD സതീശൻ പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം വലിയൊരു സഹായം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. എന്നാൽ അതുണ്ടായില്ല, പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു. കേരളം തങ്ങളുടെ പ്രധാനപ്പെട്ട വിപണിയാണെന്നും ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിന് ഇത്തവണ കേരളത്തിൽ ഇതുവരെയുള്ള ഏറ്റവും മികച്ച തുടക്കമാണ് ലഭിച്ചതെന്നും ആമസോൺ ഇന്ത്യ ആൻഡ് എമർജിംഗ് മാർക്കറ്റിംഗ് ഡയറക്ടർ കിഷോർ തോട്ട വ്യക്തമാക്കി. കേരളത്തിലെ ആയിരക്കണക്കിന് ചെറുകിട ഇടത്തരം സംരംഭങ്ങളാണ് ഫെസ്റ്റിവൽ ഒറ്റ ദിവസത്തെ റെക്കോർഡ് വിൽപ്പന സ്വന്തമാക്കിയതെന്നും കൊച്ചിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു. ഫെസ്റ്റിവലിൽ ആദ്യ 48 മണിക്കൂറിനുള്ളിൽ ഉപഭോക്താക്കൾ 240 കോടി രൂപ ലാഭം നേടുകയും ചെയ്തെന്ന് കിഷോർ തോട്ട പറഞ്ഞു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിൽപ്പന ചെയ്യപ്പെട്ടത് സ്മാർട്ട് ഫോണുകൾ, സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ, വസ്ത്രങ്ങൾ, നിത്യോപയോഗ സാധനങ്ങൾ എന്നിവ തുടങ്ങിയവയാണ്. ഇത് ഇന്ത്യയിലെ മറ്റിടങ്ങൾക്ക് സമാനമായ ട്രെൻഡാണ്. കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ തുടങ്ങിയ നഗരങ്ങളിൽ നിന്നാണ് 65% ഓർഡറുകളും ലഭിച്ചതെന്ന് ആമസോൺ അറിയിച്ചു. സംസ്ഥാനത്തു നിന്നുള്ള സെല്ലർമാർക്കും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് പറഞ്ഞു. 8,000-ലധികം സെല്ലർമാർക്കാണ് 1,00,000-ലധികം വിൽപ്പന നേടാനായത്. ആമസോണിന് കേരളത്തിൽ വലിയ സാധ്യതകളാണ് ഇതിലൂടെ തുറക്കപ്പെടുന്നത്. പോയ വാരത്തെ കായിക വിശേഷങ്ങൾ. ഏറ്റവും പുതിയ ICC ടെസ്റ്റ് റാങ്കിങ്ങിൽ നില മെച്ചപ്പെടുത്തി ഇന്ത്യൻ താരങ്ങൾ. ബൌളർമാരിൽ രവിചന്ദ്രൻ അശ്വിനെ മറികടന്ന് ബൂംറ ഒന്നാമതെത്തി. കാൺപൂരിൽ ബംഗ്ലാദേശിനെതിരെ 7 വിക്കറ്റ് നേട്ടമാണ് ബുംറയെ ഒന്നാമതെത്തിച്ചത്. ബംഗ്ലാദേശിനെതിരെ ടെസ്റ്റ് പരമ്പരയിലെ ടോപ്പ് സ്കോററായ യശ്വിനി ജയ്സ്വാൾ ബാറ്റിംഗ് റാങ്കിങ്ങിൽ 3-ാം സ്ഥാനത്തേക്ക് ഉയർന്നു. ബുംറയേക്കാൾ 1 പോയിന്റിന്റെ കുറവിലാണ് അശ്വിൻ റാങ്കിൽ 2-ാമതായുള്ളത്. ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പേസർ താരം ടെസ്റ്റ് റാങ്കിങ്ങിൽ 1-ാമതെത്തുന്നത്. മുൻപ് കപിൽ ദേവ് 2-ാമതെത്തിയിരുന്നു. സഹീർ ഖാൻ 3-ാമതും എത്തിയിരുന്നു. 5-ാം സ്ഥാനത്തായിരുന്ന ജയ്സ്വാൾ 2 സ്ഥാനങ്ങൾ മുന്നോട്ട് കയറിയാണ് 3-ാം സ്ഥാനത്തെത്തിയത്. ഇംഗ്ലണ്ടിന്റെ ജോ റൂട്ടും ന്യൂസിലൻഡിന്റെ കെയ്ൻ വില്യംസണുമാണ് ജയ്സ്വാളിന് മുന്നിലുള്ളത്. അതേസമയം ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ആദ്യ 10-ൽ നിന്ന് പുറത്തായി. നിലവിൽ 15-ാമതാണ് രോഹിത് ശർമ്മ. ശുഭ്മൻ ഗിൽ 16-ാമതും. വിരാട് കോഹ്ലി 6-ാമതുണ്ട്. ഓൾറൗണ്ടർമാരുടെ പട്ടികയിൽ ഇന്ത്യയുടെ രവീന്ദ്ര ജഡേജയാണ് 1-ാം സ്ഥാനത്തുള്ളത്. ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ ബാഴ്സലോണ, മാഞ്ചസ്റ്റർ സിറ്റി, ആർസണൽ, ലിവർപൂൾ ടീമുകൾക്ക് വിജയം. സ്വിറ്റ്സർലൻഡിലെ ക്ലബ് യങ് ബോയ്സിന് എതിരില്ലാത്ത 5 ഗോളിനാണ് സ്പാനിഷ് ക്ലബ്ബ് ബാഴ്സലോണ പരാജയപ്പെടുത്തിയത്. ആദ്യ മത്സരത്തിൽ മൊണോക്കയോട് ബാഴ്സ പരാജയം രുചിച്ചിരുന്നു. മാൻസിറ്റി ബ്രാറ്റിസ്ലാവയെ എതിരില്ലാത്ത 4 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. ഫ്രഞ്ച് ക്ലബ്ബ് PSG എതിരില്ലാത്ത 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇംഗ്ലീഷ് ക്ലബ്ബ് ആർസണൽ വിജയം ആഘോഷിച്ചത്. ലിവർപൂൾ ബൊലോനെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. ഈ ആഴ്ചയിലെ വാർത്താധിഷ്ഠിത പരിപാടി ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച ഇതേ സമയം നിങ്ങളോടൊപ്പം ഉണ്ടാകുന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ലിൻസ് ഐനാടൻ.